ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഹാഭാഗവതമാണ് കഥാരൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ലീലകളെല്ലാം വർണ്ണിച്ചതിനു ശേഷം ഭഗവാൻ മധുരാപുരിയിൽ എത്തിയ ഭാഗമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഭഗവാൻ കുബ്ജയുടെ കൂന് നിവർത്തുന്നു. അതുപോലെ സുദാമാവിൻ്റെ വീട്ടിൽ ഭഗവാൻ എത്തുന്നു. കംസൻ്റെ ശാപം ഒടിക്കുന്നു. ആ ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കംസവധം. ഇന്ന് നമ്മൾ അതാണ് പറയാൻ ശ്രമിക്കുന്നത്. എല്ലാവരും അവസാനം വരെ ക്ഷമയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി ഇരുന്ന് കഥാഭാഗങ്ങൾ കേൾക്കണം. ഹരേ കൃഷ്ണ. നേരം പുലർന്നു. കുംഭമാസത്തിലെ മഹാശിവരാത്രി പുണ്യദിനമായിരുന്നു അന്ന്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അനവധി ദുർനിമിത്തങ്ങൾ കംസൻ കണ്ടു. ഏതു വിധവും ഇന്ന് കൃഷ്ണനെ വധിക്കണമെന്നുള്ള ദൃഢമായ നിശ്ചയത്തോടുകൂടി രാജാവ് മല്ലന്മാരെ വിളിച്ചു. പ്രത്യേകം ജാഗ്രതയായി നിന്നുകൊള്ളണമെന്ന് ഏർപ്പാടും ചെയ്തു. കുവലയാപീഠത്തിൻ്റെ ഗജപാലനെയും വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ കംസൻ നൽകി. കൃഷ്ണൻ മന്മഥപ്രിയനാണ്. ശിവൻ മന്മഥ വൈരിയുമാണ്. അതിനാൽ കാമവൈരിയുടെ ഈ പുണ്യദിനത്തിൽ തന്നെ കാമബന്ധു മരിക്കണം. ഹരേ കൃഷ്ണ. ഈ ദൃശ്യം മനസ്സിൽ കരുതി കംസൻ രാവിലെ തന്നെ യാഗകർമ്മങ്ങൾ ആരംഭിക്കുവാൻ ആജ്ഞാപിച്ചു. വാദ്യഘോഷങ്ങൾ എങ്ങും മുഴങ്ങി. ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരും പ്രഭുജനങ്ങളും യഥായോഗ്യം മഞ്ചങ്ങളിൽ ഉപവിഷ്ടരായി. നന്ദാദികളായ ഗോപന്മാർക്കും മുൻനിരയിലുള്ള മഞ്ചങ്ങളിൽ സ്ഥാനം നൽകി. അക്രൂരൻ തുടങ്ങിയ പ്രമാണികളും യഥാസ്ഥാനങ്ങളിൽ വന്നിരുന്നു. മഹിളാമണികൾ മനോഹരങ്ങളായ ഹർമ്മ്യനിലയങ്ങളുടെ മട്ടുപ്പാവുകളിലും വന്നു നിരന്നു. പുരവാസികളാൽ യാഗശാല നിറഞ്ഞു കവിഞ്ഞു. സന്നിഹിതരായിട്ടുള്ള സർവജനങ്ങൾക്കും കാണത്തക്ക വിധം ഉന്നതമായ രാജകൊട്ടാര മണിമാളികയുടെ മട്ടുപ്പാവിൽ ഒരു ചേതോഹര സുവർണ തൽപ്പത്തിൽ ഭൃത്യന്മാരാൽ അകമ്പടി സേവിക്കപ്പെട്ട് ആലവട്ടങ്ങളും പിടിച്ച് പൊൻപിടിയുള്ള വെഞ്ചാമരങ്ങൾ കൊണ്ട് പരിവീചനം ചെയ്യിപ്പിച്ച് വെൺകൊറ്റക്കുടയും ചൂടി രാജോചിത വേഷത്തിൽ കംസ മഹാരാജാവ് വന്ന് ആസനസ്ഥനായി. കംസപിതാവായ ഉഗ്രസേനൻ, അദ്ദേഹത്തിൻ്റെ ഭ്രാതാവായ ദേവകൻ, അതായത് ദേവകിയുടെ പിതാവ്, വസുദേവതാതനായ ശൂരസേനൻ, ഭക്തോത്തമനായ ഉദ്ധവർ തുടങ്ങിയ യാദവ ഗുരുഭൂതന്മാരാരും ആ സദസ്സിൽ ക്ഷണിക്കപ്പെട്ടിരുന്നില്ല. അവർ തൻ്റെ ശത്രുക്കളാണെന്നാണ് ഭോജരാജൻ്റെ വിശ്വാസം. മല്ലയുദ്ധത്തിന് സമയമായി. മേളവാദ്യങ്ങളും ജയഘോഷങ്ങളും ആർപ്പുവിളികളും മുഴങ്ങി. ബലശാലികളും ഭീമകായന്മാരുമായ മുഷ്ടികൻ, ചാണൂരൻ, കൂടൻ, ശലൻ, തോശലൻ എന്ന പഞ്ചമല്ലവീരന്മാർ ഉടുത്തൊരുങ്ങി ചമഞ്ഞ് രംഗപ്രവേശനം ചെയ്തു. ഭോജരാജാവിനെ അവർ വന്ദിച്ചു. ഘോഷാരവം കേട്ട് രാമകൃഷ്ണന്മാരും 4-5 ബാലന്മാരോടും കൂടി മല്ലയുദ്ധം കാണുവാൻ പുറപ്പെട്ടു. യജ്ഞശാലയുടെ പുരോഭാഗത്ത് മാർഗമധ്യേ ഒരു
മദയാന നിൽക്കുന്നത് മാധവൻ കണ്ടു. മാധവൻ ഗജപാലകനെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: ഹേ ആനക്കാര, ആനയെ വഴിമധ്യത്തിൽ നിന്നും ഒന്ന് മാറ്റി നിർത്തൂ. ഞങ്ങളൊന്നകത്തേക്ക് പോകട്ടെ. തേടിയ വള്ളി കാലിൽ ചുറ്റിയിരിക്കുന്നു എന്ന് പാപ്പാൻ ഊഹിച്ചു. കൃഷ്ണനെ കുത്തി കൊല്ലുവാനായി അവൻ ഉടനെ ആംഗ്യം കൊണ്ട് ആ ആനയോട് ആജ്ഞാപിച്ചു. ആ ഹസ്തിപ്രവരൻ മസ്തകവും കുലുക്കി അലറിക്കൊണ്ട് മായാമാധവന്റെ നേർക്ക് പാഞ്ഞു വന്നു. ആന മതിച്ചു പായുന്നത് കണ്ട് ആളുകൾ ഭയപ്പെട്ട് 4 ഭാഗത്തേക്കും ഓടി. മദയാന മുമ്പോട്ടെടുത്ത് ഭഗവാനെ കടന്നു പിടിച്ചു. തൻ്റെ കൊച്ചു കൈകൊണ്ട് ആ മദയാനയുടെ മസ്തകത്തിന്മേൽ ചാടി ഒരടി കൊടുത്തിട്ട് കാലുകളുടെ ഇടയിൽ കൂടി നൂണ്ടു ചെന്ന് കാർവർണ്ണൻ അവൻ്റെ വാലിന്മേൽ കടന്നു പിടിച്ച് പുറകോട്ട് വലിച്ചു. ക്രുദ്ധനായി ആന അലറിക്കൊണ്ട് ആനന്ദമൂർത്തിയെ തട്ടി നിലത്തിട്ട് കൊമ്പുകൾ കൊണ്ട് കുത്തുവാൻ തുടങ്ങി. കുത്ത് ശരീരത്തിൽ കൊള്ളാതെ ഭഗവാൻ ഉരുണ്ടുരുണ്ട് മാറിക്കൊണ്ടേയിരുന്നു. ആകെ വലിയ ബഹളമായി. ഉടനെ ഭഗവാൻ എഴുന്നേറ്റ് ആ മദയാനയുടെ മസ്തകത്തിന്മേൽ തുരുതുരി ഉഗ്രമായി ഇടിച്ചു. കരിമുകിൽ വർണ്ണൻ്റെ പ്രഹരങ്ങളേറ്റ് ആ കരിവീരൻ തളർന്നു. പണ്ടങ്ങൾ കലങ്ങി, മലമൂത്രങ്ങൾ വിസർജിച്ചു. ആ സമയം ആ ആനയുടെ തുമ്പിക്കരം പിടിച്ചു താഴ്ത്തി ഭൂമിയിൽ കുമ്പിടുവിച്ച് അവൻ്റെ കൊമ്പുകൾ രണ്ടും പീതാംബരൻ ചവിട്ടി പറിച്ചെടുത്തു. അതോടുകൂടി കൊലകൊമ്പനായ കുവലയാപീഠവും കാലപുരിയെ പ്രാപിച്ചു. തന്നെ കുത്താൻ മദയാനയെ നിയോഗിച്ച ആ ആനക്കാരനെയും ഭഗവാൻ വധിക്കുന്നു. ആ മദയാനയുടെ കൊമ്പുകൾ കൊണ്ടടിച്ചാണ് ആ ആനക്കാരനെ ഭഗവാൻ കാലപുരിക്ക് അയച്ചത്. അനന്തരം ജ്യേഷ്ഠനും അനുജനും ഓരോ കൊമ്പുമെടുത്തു തോളിൽ വെച്ചുകൊണ്ട് കൂട്ടുകാരോടും കൂടി നേരെ മല്ലയുദ്ധ രംഗത്തിലേക്ക് ചെന്നു. അപ്പോൾ കാമിനികൾ കാമനെയും പാപികൾ കാലനെയും യദുക്കൾ വംശരക്ഷകനെയും ഭക്തന്മാർ മുക്തിപ്രദനെയും കംസൻ അന്തകനെയും കാലസ്വരൂപനായ നീലക്കാർ വർണ്ണനിൽ കണ്ടു. ആദിത്യചന്ദ്രന്മാരെ പോലെ തേജസ്വികളായി പ്രകാശിക്കുന്ന രാമകൃഷ്ണ കുമാരന്മാരെ ദർശിച്ചപ്പോൾ മല്ലന്മാരും ഭയപ്പെട്ടു. അറിഞ്ഞു, കാരാഗ്രഹത്തിൽ കിടക്കുന്ന വസുദേവരുടെ പുത്രനാണ് ഈ ഉണ്ണികൃഷ്ണൻ. ദേവകീദേവി പെറ്റ 8ാമത്തെ പുത്രൻ. എന്തൊരു കോമളനാണ് എന്ന് നോക്കൂ. ആ പീലിത്തിരുമുടിയും കായാമ്പൂ നിറവും മഞ്ഞ പട്ടും, ഹായ് എന്തൊരു ഭംഗി! പാവം, ഇതുവരെയും കംസനെ പേടിച്ചു ഗോകുലത്തിൽ നന്ദഗോപരുടെ മകനായി വളരുകയായിരുന്നു. കഷ്ടിച്ച് 10 വയസ്സ് പ്രായമുള്ള ഒരുണ്ണിയാണിത്. കണ്ടില്ലേ അവൻ്റെ ചുണയും സാമർഥ്യവും. പൂതന, തൃണാവർത്തൻ, ശകടൻ, അഖൻ, ധേനുകൻ, ബഗൻ തുടങ്ങിയ കംസസേവകന്മാരെ കൊന്നത് കണ്ടില്ലേ? നമ്മുടെ യദുവംശത്തിൻ്റെ ഭാഗ്യം കൊണ്ട് നമുക്ക് ഇങ്ങനെയൊരു പുണ്യസന്തതി ഉണ്ടായി. ഈ മല്ലന്മാരെയും കംസനെയുമെല്ലാം നമ്മുടെ കുഞ്ഞ് ഇന്ന് കൊല്ലും, സംശയമില്ല. കണ്ടോളൂ, ഇന്ന് ചാപയാഗ മഹോത്സവവും ശിവരാത്രിയും ഒന്നുമല്ല നടക്കാൻ പോകുന്നത്. നമ്മുടെ യദുവംശ മഹോത്സവമാണ്. ഈ വിധം അവിടെ കൂടിയിരുന്ന യാദവന്മാർ പരസ്പരം ആഹ്ലാദത്തോടുകൂടി മന്ത്രിച്ചു.
കൃഷ്ണനെ കാണാത്തവർ കണ്ട് കൺകുളിർക്കെ ആനന്ദിച്ചു. അപ്പോൾ കംസദൂതൻ വന്നറിയിച്ചത് അനുസരിച്ച് മല്ലന്മാർ രാമകൃഷ്ണന്മാരെ ദ്വന്ദ്വയുദ്ധത്തിന് ക്ഷണിച്ചു. രാമനുമായി മുഷ്ടികനും കൃഷ്ണനുമായി ചാണൂരനുമാണ് മല്ലയുദ്ധം തുടങ്ങിയത്. മുഷ്ടിപ്രഹരത്തിൻ്റെ ശബ്ദം വളരെ അകലെ നിന്നും കേൾക്കാമായിരുന്നു. അത്ര ഉഗ്രമായിരുന്നു ആ മല്ലയുദ്ധം. കാരിരുമ്പ് പോലെയുള്ള ശരീരമുള്ളവരും വീരന്മാരുമായ ആ ഘോരമല്ലന്മാരെ കൊണ്ട് സുകുമാര ശരീരികളായ കൊച്ചു ബാലപ്പിള്ളയരുമായി സമരം ചെയ്യിപ്പിക്കുന്നത് എന്തൊരു കഷ്ടം! അധർമ്മമായ ഈ കൃത്യം കാണുന്നതു തന്നെ പാപം എന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. കാണികളായ സ്ത്രീകൾ ആ യുദ്ധം കണ്ട് മല്ലന്മാരെയും കംസനെയും കുറ്റപ്പെടുത്തി. ബലഭദ്രൻ്റെ ബലമേറിയ പ്രഹരങ്ങളേറ്റ് മുഷ്ടികൻ്റെ സന്ധികൾ സർവവും തകർന്നു. കൃഷ്ണൻ്റെ തീക്ഷണമായ മർദ്ദനമേറ്റ് ചാണൂരൻ്റെ നവദ്വാരങ്ങളും തുറന്ന് രക്തം പ്രവഹിക്കുവാൻ തുടങ്ങി. ശരീരം ഇടിയേറ്റ് ചമ്മന്തി പോലെ ചതഞ്ഞരഞ്ഞു. ചാണൂരൻ പ്രാണവേദനയോടുകൂടി അലറി വിളിച്ചു. അത് അവൻ്റെ വിജയാഹ്ലാദ ധ്വനിയാണെന്ന് തെറ്റിദ്ധരിച്ച് കംസൻ അവന് സമ്മാനങ്ങൾ നൽകുവാനായി തൻ്റെ പട്ടാമ്പരമെടുത്ത് മാറ്റിവെച്ചു. അവശനായി നിലംപതിച്ച ചാണൂരനെ പ്രാണൻ വെടിയും മുമ്പ് ജഗന്മയൻ അവൻ്റെ കാലുകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് തലയ്ക്കുമീതെ പൊക്കിയെടുത്ത് വട്ടം ചുഴറ്റി നിലത്തടിച്ചു. അതോടുകൂടി അവൻ്റെ ഗാത്രം നുറുങ്ങി പല കഷ്ണങ്ങളായി തെറിച്ചുപോയി. അതോടൊപ്പം അവൻ്റെ ജീവനും പറന്ന് പ്രേതലോകം പൂകി. സന്ധിബന്ധങ്ങൾ തകർന്നു നിലത്തു കിടന്ന് ഞരങ്ങിക്കൊണ്ടിരുന്ന മുഷ്ടികനെ രാമൻ കാലുകൊണ്ടൊന്ന് തട്ടി കാലപുരിക്ക് അയച്ചു. മുഷ്ടിക ചാണൂരന്മാരുടെ മരണം കണ്ട് പേടിച്ച് തോഷലനെന്ന മല്ലൻ പക്ഷേ യുദ്ധം ചെയ്യാനായി മുമ്പോട്ടടുത്തു. അവനെ കൃഷ്ണൻ നിഷ്പ്രയാസം രണ്ടായി വലിച്ചുകീറി ദൂരത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ 3 മല്ലന്മാരും രാമകൃഷ്ണന്മാരുടെ മർദ്ദനമേറ്റ് മരണമടഞ്ഞു. അത് കണ്ട് ഭയപ്പെട്ട് മറ്റു മല്ലന്മാർ അവിടെ നിന്നും ഓടിപ്പോയി. അവർ കാട്ടിൽ ഒളിച്ചു കളഞ്ഞു. പർവ്വത തുല്യ ശരീരികളായ മല്ലന്മാരും യൗവനം തികയാത്ത ബാലന്മാരും തമ്മിൽ നടന്ന മല്ലയുദ്ധം കണ്ട് കാണികൾ ഉച്ചത്തിൽ വിജയാഘോഷം മുഴക്കി. മല്ലന്മാരുടെ മരണവും ജനങ്ങളുടെ ഉല്ലാസത്തിമർപ്പുകളും കണ്ട് കംസൻ സർവമേളവാദ്യങ്ങളും അവസാനിപ്പിക്കുവാൻ ആജ്ഞാപിച്ചു. അനന്തരം മന്ത്രിമാരെ വിളിച്ച് കൽപ്പിച്ചു, നമ്മുടെ സൈന്യം ഉടനെ അവിടെ നിരക്കട്ടെ. നിന്ദിതന്മാരായ രാമകൃഷ്ണന്മാർ ഇവിടെ നിന്നും ഓടിപ്പോകുവാൻ അനുവദിക്കാതെ അവരെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ട് പൂട്ടുക. വധിക്കാമെങ്കിൽ വധിച്ചുകൊള്ളുക. അവരെ വധിക്കുന്നവർക്ക് നാം പ്രത്യേകം സമ്മാനം നൽകുന്നതായിരിക്കും. ഗോകുലത്തിലുള്ള സർവസ്വത്തുക്കളും ഉടൻ തന്നെ കണ്ടുകെട്ടി രാജധനമാക്കി തീർക്കുക. ഗോഷ്ഠനിവാസികളെ ഒന്നടങ്കം ആട്ടി ഓടിക്കുക. നന്ദഗോപൻ എന്ന ചണ്ടാളനെയും അവൻ്റെ കൂടെ വന്ന ഗോപാല ബാലന്മാരെയും ഇക്ഷണം തന്നെ ചങ്ങലയിട്ട് പൂട്ടി ബന്ധനത്തിലാക്കുക. കാരാഗ്രഹത്തിൽ കിടക്കുന്ന ദുർബുദ്ധിയായ വസുദേവൻ്റെ ഗളമറുത്ത് തല നമ്മുടെ മുമ്പിൽ ഉടൻ തന്നെ ഹാജരാക്കുക. പിതാവായ ഉഗ്രസേനനെ ഈ നിമിഷം തന്നെ കാളിന്തിയിൽ കെട്ടിത്താഴ്ത്തുക. അവൻ നമ്മുടെ പിതാവല്ല, ശത്രുവാണ്. ഇനിയൊട്ടും താമസിക്കണ്ട. രാജകൽപ്പന വേഗം നടക്കട്ടെ. ദാക്ഷിണ്യം ആരോടും വേണ്ട.
കംസന്റെ ഗർവോടുകൂടിയ ഈ കൽപ്പന ഉച്ചത്തിൽ മുഴങ്ങി. അതു കേട്ട് കൃഷ്ണൻ കോപത്തോടുകൂടി താഴെ നിന്നും മാളിക മുകളിലേക്ക് അതിവേഗം ചാടിക്കയറി. പക്ഷീന്ദ്രൻ പർവ്വത മുകളിലേക്ക് പറക്കുന്നത് പോലെ കണ്ണനെ കണ്ട് കംസൻ മഞ്ചത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് സമീപത്തിരുന്ന വാളെടുത്ത് വെട്ടാനോങ്ങി. ആ സമയം ജഗന്മയൻ പെട്ടെന്ന് ഖഡ്ഗം തട്ടിത്തെറിപ്പിച്ചു. ആ ഖലന്റെ തലമുടി കൂട്ടിപ്പിടിച്ച് വലിച്ചിഴച്ച് ഊക്കോടെ തള്ളി താഴത്തേക്കിട്ടു. ഭോജേന്ദ്രൻ അവിടെ നിന്നും പിടഞ്ഞെഴുന്നേൽക്കുന്നതിനു മുമ്പ് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവൻ്റെ മാറിൽ ചാടി വീണ് ആ വക്ഷസിൽ ഇരുന്നു കൊണ്ട് ആ ദുഷ്ടന്റെ കഴുത്തു കുത്തിപ്പിടിച്ച് ഞെക്കി ശ്വാസം മുട്ടിച്ചു. അപ്പോഴേക്കും കംസൻ മരിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും കൃഷ്ണൻ അവിടെ നിന്നും എഴുന്നേറ്റ് അവൻ്റെ പാദങ്ങളിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി ഉലച്ച് വലിച്ചിഴച്ചു. വേട്ടാളനെ സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കീടം ഒടുവിൽ വേട്ടാളനായി തീരുന്നത് പോലെ കൃഷ്ണനെ തന്നെ ഏതു സമയവും ഭയത്തോടുകൂടി ചിന്തിച്ചു കൊണ്ടിരുന്ന കംസനും ഒടുവിൽ മോക്ഷം നേടി. പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാനെ തൻ്റെ മാറിൽ കണ്ടുകൊണ്ടാണ് കംസൻ അവസാനത്തെ പ്രാണവായു വലിച്ചത്. അതും അവൻ്റെ സൽഗതിക്ക് ഒരു കാരണമായി തീർന്നു. ഭയം കൊണ്ടായാലും ഭക്തി കൊണ്ടായാലും വിദ്വേഷം കൊണ്ടായാലും സദാ ഭഗവാനെ മനസ്സിൽ നിരൂപിക്കുന്നവർക്ക് സായുജ്യം ലഭിക്കുമെന്നുള്ളതിൻ്റെ മറ്റൊരുദാഹരണമാണ് കംസന്റെ സായുജ്യപ്രാപ്തി. ഭോജരാജൻ വധിക്കപ്പെട്ടതറിഞ്ഞ് അവൻ്റെ അനുജന്മാർ ഉഗ്രമായ കോപത്തോടുകൂടി വൈരാഗ്യത്തോടുകൂടി ശത്രുവിനെ വധിക്കാനായി ആയുധങ്ങളുമേന്തി അനുചരന്മാരോടുകൂടി ആയോധനത്തിന് ഒരുങ്ങി. കംസന്റെ അനുജന്മാരായ 8 പേരെയും ക്ഷണനേരം കൊണ്ട് ബലരാമൻ കൊന്നൊടുക്കി. അനുയായികൾ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തു. കംസനും സഹോദരന്മാരും മരിച്ചതറിഞ്ഞ് അന്തഃപുരത്തിലാകെ ബഹളമായി. അവരുടെ പത്നിമാരും മറ്റു അന്തഃപുര സ്ത്രീകളും മാറത്തടിച്ച് നിലവിളി കൂട്ടി. കൃഷ്ണൻ അവരെ സ്വാന്തനിപ്പിച്ചതിനു ശേഷം ജ്യേഷ്ഠനും ഒരുമിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുന്ന തൻ്റെ പിതാവിനെയും മാതാവിനെയും കാണുവാനായി അങ്ങോട്ട് തിരിച്ചു. ആ ബന്ധനാലയത്തിൽ അവർ ഇരുമ്പു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ അവതാര പുരുഷനാണെങ്കിലും സാക്ഷാൽ ചിന്മയമൂർത്തിയായ കമലനേത്രൻ്റെ കരളലിഞ്ഞ് ആ തൃക്കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. എൻ്റെ വന്ധ്യജനനി 9.5 വർഷത്തിനപ്പുറം ഒരു ശ്രാവണ മാസത്തിലെ കൃഷ്ണാഷ്ടമി ദിവസം രോഹിണി നക്ഷത്രത്തിൽ പാതിരാത്രിയിൽ കാരാഗ്രഹത്തിൽ വെച്ച് എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മ, അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അച്ഛൻ, 2 പേരും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ഇന്നും കാരാഗ്രഹത്തിൽ. ജനിച്ചതിനു ശേഷം എൻ്റെ മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അമ്മ എനിക്ക് മുലപ്പാൽ തന്ന് എന്നെ ലാളിച്ചിട്ടില്ല. എനിക്കതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല. ആ പാപിയായ കംസൻ, അവനാണ് അതിനു കാരണക്കാരൻ. അവന് സൽഗതി കൊടുക്കാൻ പാടില്ലാത്തതാണ്. എങ്കിലും എന്നെ സദാ സ്മരിച്ചുകൊണ്ട് മരിച്ചതിനാൽ അവന് മോക്ഷം കിട്ടി. ഈ വിധം കംസൻ തൻ്റെ അവതാര രഹസ്യത്തെ മറന്ന് മനുഷ്യഭാവത്തിൽ ഭാവന ചെയ്തുകൊണ്ട് രാമനോട് പറഞ്ഞു, ജ്യേഷ്ഠ, ആ കിടക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയുമാണ്. നാം മൂലം അവർ ഈ ദുഃഖം അനുഭവിക്കുന്നു. അച്ഛനെന്ന് അമ്മയെ വിവാഹം കഴിച്ചുവോ, അന്നു തുടങ്ങി ഈ യാതനകൾ.
ഇനിയും അവരെ വേദന തീറ്റുന്നത് നമുക്ക് ധർമ്മമല്ല. നിരാമയനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിറഞ്ഞ രോഷത്തോടെ മുമ്പോട്ടു ചെന്നു. കാവൽക്കാർ പേടിച്ചു മാറി നിന്നു. കാണികളും ഒട്ടനവധി ചുറ്റും വന്നുകൂടി. ഭഗവാൻ തൻ്റെ തൃക്കാലുകൊണ്ട് ആ കാരാഗൃഹത്തിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കടന്നു. പുറകെ രാമനും ചെന്നു. രണ്ടുപേരും മാതാപിതാക്കളുടെ പാദങ്ങളിൽ മാറി മാറി നമസ്കരിച്ച് അവയെ അശ്രുക്കൾ കൊണ്ട് അഭിഷേകം ചെയ്തു. അനന്തരം അവരെ ബന്ധിപ്പിച്ചിരുന്ന ഇരുമ്പു ചങ്ങല വലിച്ചു പൊട്ടിച്ച് എൻ്റെ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് മുകിൽവർണ്ണൻ ദേവകിയെ ഗാഢമായി ആശ്ലേഷിച്ചു. അപ്പോഴത്തേക്ക് മായ ദേവകി വസുദേവന്മാരെ ബാധിച്ചു കഴിഞ്ഞിരുന്നു. ആ മാതാവ് മക്കൾ രണ്ടുപേരെയും മടിയിൽ പിടിച്ചിരുത്തി ആനന്ദബാഷ്പം പൊഴിച്ചുകൊണ്ട് എത്രയെത്ര ചുടുചുംബനങ്ങൾ നൽകി എന്നതിന് യാതൊരു കണക്കുമില്ല. അതുപോലെ വസുദേവരും നന്ദനന്മാരെ ആശ്ലേഷിച്ച് ചുംബിച്ചു. ജനനീ ജനകന്മാരെ നടുവിൽ നിർത്തി പിടിച്ചുകൊണ്ട് രാമകൃഷ്ണന്മാർ പുറത്തു വന്നു. മധുരാപുരവാസികൾ ആ പുണ്യകരമായ കാഴ്ച കണ്ട് സന്തോഷിച്ചു. അമ്മയുടെ ശരീരത്തിലെ പൊടിയും വിയർപ്പും ഭഗവാൻ തൻ്റെ പീതാംബര തുമ്പുകൊണ്ട് തുടച്ചു. അച്ഛൻ്റെ ശരീരത്തെ നീലാംബരനും തൻ്റെ വസ്ത്രം കൊണ്ട് തുടച്ചു. കൃഷ്ണൻ കംസപിതാവായ ഉഗ്രസേനനെയും കാരാഗൃഹത്തിൽ നിന്നും ഉടൻ മോചിപ്പിച്ചു. ആ വൃദ്ധനും രാമകൃഷ്ണന്മാർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി. പിന്നീട് കംസന്റെ സംസ്കാരക്രിയകൾ ഉഗ്രസേനന്റെ മേൽനോട്ടത്തിൽ നടത്തി. മധുരാപുരി മന്നവനായിരുന്നത് ഉഗ്രസേന രാജാവായിരുന്നു. പുത്രനായ കംസൻ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി രാജാധികാരം കൈയടക്കി. ഒടുവിൽ അദ്ദേഹത്തെ ആ കശ്മലൻ കാരാഗൃഹത്തിലും ഇട്ടടച്ചു. കൃഷ്ണൻ വീണ്ടും ഉഗ്രസേനനെ തന്നെ മധുരാപുരിയുടെ മഹാരാജാവായി ആചാരവിധിപ്രകാരം അഭിഷേകം ചെയ്യിപ്പിച്ചു. ആ അഭിഷേക മഹോത്സവം നടന്ന മഹാസദസ്സിൽ വെച്ച് കൃഷ്ണൻ ഒരു വിളംബരം ചെയ്തു. നമ്മുടെ പൂർവിക പിതാവായ യയാതി യദുവംശത്തിന് രാജത്വം നിഷേധിച്ചു. എങ്കിലും മഹാനായ കാർത്തവീരാർജുനൻ സർവോത്കൃഷ്ടമായ ഒരു മന്നവ ശിഖാമണിയായി വിരാജിച്ചു. എന്നാലും യയാതിയുടെ കൽപ്പന ഫലത്തിൽ കുറഞ്ഞിരുന്നില്ല. ആയതിനാൽ ഇതാ ഞാനായിട്ട് നമ്മുടെ കുലത്തിൽപ്പെട്ട യാദവ വംശത്തിന് രാജത്വം അനുവദിച്ചിരിക്കുന്നു. കേവലം ഒരു ബാലന്റെ കൽപ്പനയായിരുന്നു എങ്കിലും ജനങ്ങളത് ഭക്തിപൂർവം അനുസരിച്ചു. കൃഷ്ണനെ ഒരു ബാലനായിട്ട് അവർക്കപ്പോൾ തോന്നിയില്ല. ഉഗ്രപ്രതാപശാലിയായ ഒരു സാമ്രാട്ടിനെ തന്നെ അവർ ഭഗവാനിൽ കണ്ടു. കംസന്റെ ദുഷ്ടമന്ത്രിമാരും അന്തേവാസികളുമായിരുന്ന അനുചരന്മാരെല്ലാവരും കൃഷ്ണനെ ഭയപ്പെട്ട് മഗധ രാജ്യത്തിൽ പോയി താമസിച്ചു. കംസന്റെ ശശുരനായിരുന്ന ജരാസന്ധന്റെ രാജ്യമായിരുന്നു മഗധ. ശേഷിച്ച മന്ത്രിമാരെയും സേനാപതികളെയും ഉദ്ധവർ, സാത്യകി, കൃതവർമാവ്, അക്രൂരൻ തുടങ്ങിയ യാദവ പ്രമാണികളെയും വിളിച്ചു വരുത്തി വിശ്വംഭരൻ ഇപ്രകാരം അരുളി ചെയ്തു: ഇന്നു മുതൽ നമ്മുടെ രാജാവ് ഉഗ്രസേനനാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പനയെ നിങ്ങൾ അനുസരിച്ചു കൊള്ളണം. കംസൻ ആചരിച്ചതുപോലെയുള്ള യാതൊരു അധർമ്മങ്ങളും ഈ നാട്ടിൽ ഇനിമേൽ നടക്കാൻ പാടില്ല. കൃഷ്ണന്റെ ആജ്ഞയെ സർവജനങ്ങളും സന്തോഷപൂർവം സ്വാഗതം ചെയ്തു. അന്ന് രാത്രി രാജീവലോചനൻ ജനനിയുടെ അരികിൽ ചെന്നിരുന്ന് അമ്മയുടെ ശരീരം തടവി ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ദേവകിയുടെ മുലകൾ ചുരത്തി പാല് ഇറ്റിറ്റ് താഴെ വീഴുന്നത് കണ്ട് കണ്ണൻ അത് കയ്യിൽ വാങ്ങി അമൃതം പോലെ
പാനം ചെയ്ത് പുളകമണിഞ്ഞു. അമ്മേ, ഇന്നു ഞാൻ ധന്യനായി തീർന്നു. പെറ്റമ്മയുടെ മുലപ്പാൽ ഞാൻ ഇന്ന് ആദ്യമായി കുടിച്ചു. എനിക്ക് വേണ്ടി അമ്മയുടെ സ്തനങ്ങൾ ഇന്ന് ചുരത്തി. മാതാപിതാക്കളെ രക്ഷിക്കാത്തവൻ പാപിയാണ്. അവൻ്റെ ശരീരം ശവത്തിനു തുല്യമാണ്. ആ പുത്രധർമ്മമൊന്നും ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മകൻ പരിതാപത്തോടെ അമ്മയെ ആലിംഗനം ചെയ്തു. എല്ലാം വിധിയാണ് മകനെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ആ മകനെ സ്വാന്തനപ്പെടുത്തി. കംസനെ പേടിച്ച് അന്യരാജ്യങ്ങളിൽ പോയി താമസിച്ചു കൊണ്ടിരുന്ന എല്ലാ യാദവന്മാരെയും തിരിച്ചു വിളിച്ച് മധുരയിൽ പാർപ്പിച്ച് അവർക്ക് വേണ്ട സമ്പത്തും സകല വിഭവങ്ങളും ഉഗ്രസേന മഹാരാജാവിനെ കൊണ്ട് ഭഗവാൻ ശ്രീഹരി കൊടുപ്പിച്ചു. ഹരേ കൃഷ്ണ. ഇതാണ് ഭാഗവതത്തിൽ വിവരിച്ചിരിക്കുന്ന ഭഗവാന്റെ കംസവധം. ഇനി അടുത്ത ഭാഗം വളരെ സങ്കടമുള്ള ഭാഗമാണ്. നന്ദഗോപരുടെ വേർപാട്. ഈ സമയത്താണ് നന്ദഗോപർക്ക് ഇത് വസുദേവപുത്രനാണ്, തൻ്റെ കൂടെ ഇത്രയും കാലം കഴിഞ്ഞുകൂടിയത് വസുദേവപുത്രനാണ് എന്ന് നന്ദൻ തിരിച്ചറിയുന്നത്. ഇനി ആ വേർപാടാണ്. വളരെ മനോഹരമായ ഒരു ഭക്തിമത്തായ ഒരു ഭാഗമാണ് ആ ഭാഗം. അടുത്ത ദിവസം ഭഗവാൻ അനുവദിച്ചാൽ നമുക്കത് പറയാനായി സാധിക്കും. ഭഗവാൻ അനുവദിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും അത് കേൾക്കാനും സാധിക്കും. ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഒന്നും നടക്കുന്നില്ല. വളരെ മനോഹരമായ ഭാഗമാണ് അത്. സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് കേട്ടു എന്ന് കരുതി വീണ്ടും കേൾക്കാതിരിക്കരുത്. എപ്പോഴും ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ കൂടുതൽ ഭഗവാനുമായി അടുക്കും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ കഥകളൊക്കെ നമുക്കറിയാം, എങ്കിലും ഓരോ തവണയും നമ്മളിത് കേൾക്കുമ്പോൾ ഓരോ അനുഭൂതിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതല്ലാതെ ഈ കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ്. എങ്കിലും വീണ്ടും വീണ്ടും പറയുമ്പോഴും വീണ്ടും വീണ്ടും അത് കേൾക്കുമ്പോഴും നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ആനന്ദത്തിന് അതിരില്ല. അത്രത്തോളം സന്തോഷമാണ് പറയാനും കേൾക്കാനും. ഏകാദശി വരുന്നു. പാരണാസമയത്തിൻ്റെയും ഹരിവാസര സമയത്തിൻ്റെയും ഏകാദശി വ്രതകഥയുടെയും ഒക്കെ വീഡിയോ രണ്ടായിട്ട് ഇട്ടിട്ടുണ്ട്. ഓരോ സ്ഥലത്തും പാരണാസമയം വ്യത്യാസമാണ്. നമ്മൾ സ്ഥിരമായി പറയുന്ന സ്ഥലങ്ങളാണ് പാരണാസമയം വീഡിയോ ഇട്ടിരിക്കുന്നത്. ഓരോ ഏകാദശി വീഡിയോ ചെയ്യുമ്പോഴും ഓരോ സ്ഥലങ്ങളിലെ ആളുകൾ നമ്മളോട് പാരണാസമയം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒരു 10 സ്ഥലത്തെ പാരണാസമയമാണ് പറഞ്ഞ് വീഡിയോ തുടങ്ങിയത്. ഇപ്പോഴത് ഏകദേശം ഒരു 50 സ്ഥലത്തിനോട് അടുത്തു. കാരണം അത്രയും ആലോചിക്കുക, അത്രത്തോളം ആളുകൾ ഭഗവാനെ ആശ്രയിക്കാനായി ആഗ്രഹിക്കുന്നുണ്ട്, ഭഗവാനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്നേഹം ഒട്ടും കുറയരുത്. കാരണം എല്ലാവരും മത്സരിക്കുകയാണ് ഭഗവാനെ സ്നേഹിക്കാനായിട്ട്. ആർക്കാണ് ഭഗവാനോട് ഏറ്റവും കൂടുതൽ സ്നേഹമെന്നുള്ള ഒരു തർക്കമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഭഗവാൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ. അങ്ങനെ ആവുമ്പോൾ ആവശ്യമില്ലാത്ത ഒരു വഴക്കിനും നമ്മൾ ആരോടും പോകില്ല. ആര് നമ്മളോട് ചെയ്താലും അതെല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് ഭഗവാനെ ആശ്രയിച്ചിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറും. അങ്ങനെ വരുമ്പോൾ കുടുംബത്തിൽ സമാധാനമുണ്ടാകും. അതുകൊണ്ട് നാട്ടിലും സമാധാനമുണ്ടാകും. ഭഗവാനെ ആശ്രയിക്കുക.
നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതെല്ലാം ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. നമ്മളെ ആരെങ്കിലും വിഷമിപ്പിച്ചാലും അതും ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ഭഗവാൻ പ്രവർത്തിച്ചു കൊള്ളും. പൂർണ്ണമായും ഈശ്വരനെ വിശ്വസിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.